ഒരു ഇവര് പോയാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇവന്മാര് ഇല്ലാതെ എനിക്ക് സന്തോഷമുള്ളൂ. ഈ വീട്ടിൽ തന്നെ പോകുമ്പോൾ അയൽവാസികളും ഒക്കെ എനിക്ക് മറന്നു പോകും. ഇവിടെ 3 കൊല്ലം ഞാൻ അവിടെ താമസിക്കണേ. എന്നിട്ടും ഓലി നല്ലപോലെ പെരുമാറും. ഇങ്ങനത്തെ ഫ്രണ്ട്സിനാണ് ആദ്യത്തെ കാണണേ. വീടില്ലാത്തൊരു വീട് വാങ്ങി കൊടുക്കാനും പിന്നെ സ്വന്തം ഇല്ലാത്തവർക്കും കുറേ കിറ്റുകളും മറ്റൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെത്തി എനിക്ക് എത്തിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. 1 രൂപയ്ക്ക് ഷൂവിന് നേരത്തെ 4 മണിക്ക് പൊലച്ചോറ് കഴിച്ച റമീസിന് നിന്നതാ. അവിടുന്ന് 1 രൂപൻ്റെ ഷൂ കിട്ടിയില്ലെങ്കിലും റമീസിൻ്റെ കയ്യിൽ നിന്നതാ ഷൂ ഇപ്പോൾ 2 കിടക്കുന്നതാ. ഇനി റമീസിന് ഇന്നൊരു കടയിൽ നിന്ന് ഷൂ കിട്ടാനുണ്ട്, നാളെ വേറെ കടയിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ റമീസ് ചില്ലറക്കാരനല്ല കേട്ടോ. റമീസിന് ഇതൊന്നൊരു വിഷയമല്ല, കാര്യമില്ല. റമീസ് എന്നാണ്ട് പ്രതികരിച്ചു. അവിടേക്ക് 1 രൂപൻ്റെ നോട്ടായിട്ട് റമീസ് പോയിട്ട് അവിടെ നിന്ന് ഷൂ കിട്ടിയില്ല. പക്ഷെ എന്താ പറയുക, റമീസിൻ്റെ കയ്യിൽ നിന്ന് നോക്കി നിങ്ങൾ നല്ല കിടുക്കാജ് ഷൂ ആണ്. കാരണം വെച്ചാൽ ഇതൊക്കെ 2000-3000 രൂപ വില തന്നെ ഷൂവാണ്. അടിപൊളി ഷൂകളല്ലേ. ഇനി വേറെയും കിട്ടാൻ റമീസിന്. പക്ഷെ റമീസിന് വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. എന്താ റമീസ്, കൂടുതൽ കിട്ടിയാൽ കൊടുക്കും. ഇനി റമീസിന് ഇപ്പോൾ ആവശ്യത്തിലുള്ള ഷൂ ഒക്കെ അവിടെ ആയിന്. ഇനി റമീസിന് ഓരോരുത്തർ ഷൂ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനി കിട്ടുന്ന ഷൂകൾ റമീസ് പാവപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്തിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കൂലേ. അപ്പോൾ ഭയങ്കര വലിയ മനസ്സായിട്ട് റമീസിൻ്റെ. അപ്പം ഞാനിന്നേ ഫറൂഖ് പേട്ടയിൽ ചാത്തമ്പറമ്പൻ സ്ഥലത്താട്ടോ. ഇവിടെ വന്നത് എന്തിനറിയോ, നിങ്ങൾക്കറിയാം 2 ദിവസം അപ്പുറം ഒരു സോഷ്യൽ മീഡിയയിൽ 1 രൂപയ്ക്ക് ഷൂ കൊടുക്കുന്നൊരു വീഡിയോ, ഒരു കടൻ്റെ ഇനാഗ്രേഷൻ സംബന്ധിച്ച് ഒരു ഷൂ കൊടുക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ അന്ന് ഷൂ കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ സുബേസ്കാരൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ അവിടെ പോയി പിന്നെ ഷൂവിനൊക്കെ വേണ്ടി ക്യൂ നിന്ന് ആ ഷൂ കിട്ടാതെ തിരിച്ചു പോകുന്ന നമ്മുടെ റമീസിൻ്റെ അടുത്ത് വന്നു കേട്ടോ. 1 രൂപ നോട്ട് കൊണ്ടൊക്കെ പോയിട്ട് അവിടെ ചെന്നപ്പം അവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല, അവരൊക്കെ ഓഫർ കഴിഞ്ഞെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് അന്ന് രോഷാകുലനായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു കുട്ടിയുണ്ട്, റമീസ്. ഇന്ന് അവനെ കാണാൻ നമ്മൾ വന്നത്. അപ്പോൾ ഇവൻ അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് റമീസിനൊന്ന് കണ്ടിട്ട് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് റമീസ്. എന്താ റമീസിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. റമീസേ, അസ്സലാമു അലൈക്കും. എന്താ ഉഷാറല്ലേ? എന്താ വർത്താനം? സുഖമാണ്. അപ്പോൾ വൈറലായിനല്ലോ. 1 രൂപ നോട്ട് കൊണ്ടുപോയിട്ട് ഷൂ കിട്ടാതെ മടങ്ങിയപ്പോഴാണ് വൈറലായത് അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയുണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ? എങ്ങനെയൊക്കെയാണ്? കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയോ? ഷൂ ഒക്കെ കിട്ടിയോ? 2 ഷൂ കിട്ടി. പിന്നെന്താ കിട്ടിയേ? അടുത്തത് മറ്റേ ബോളാണ് കിട്ടാനുള്ള, പിന്നെ ഷൂട്ടുണ്ട്. അപ്പോൾ കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റൊക്കെ വരുന്നുണ്ട്. വളരെ സന്തോഷമാണ് എനിക്ക്. ഈ റമീസ് പിന്നെ എപ്പോഴാണ് അങ്ങോട്ട് പോയത്? ഇതെങ്ങനെ അറിഞ്ഞത് അവിടെ ഒരു പിന്നെ ഓഫർ ഉണ്ടെന്നൊക്കെ? അത് ഞാൻ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ എൻ്റെ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഉറപ്പിയ നോട്ടാണ്. അപ്പോൾ ഉറപ്പാണ് ഇപ്പം എന്തായാലും ഉറപ്പിയ നോട്ട് വാങ്ങാം. എന്നിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇപ്പം 5:30 ആകുമ്പോൾ 4 മണിക്കാകുമ്പോൾ പോവാണ്. 4 മണിക്ക് നീച്ച് അത്താഴം കഴിച്ച് ഫുഡ് കഴിച്ച് നേരെ അങ്ങോട്ട് പോയി. 4 മണിക്ക് നീച്ച് പോയി, നേരത്തെ പോയി അല്ലേ? 5:30 ആകുമ്പോൾ വളർത്തി. നമ്മൾ വേഗം ഒരു അവിടെ നിന്നപ്പോൾ കഴിഞ്ഞ കുറച്ച് നേരം ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയപ്പോൾ നല്ല പള്ളിക്ക് പോയി. പള്ളി പോയി നിസ്കരിച്ച് വന്ന് ഈ പോലീസുകാർ ബാക്കിൽ നിന്ന് വന്ന് വടിയൊക്കെ തടിക്കുക. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒന്നടിക്കാൻ, അപ്പം ഞാൻ കണ്ടേ ഓടി. അങ്ങനെയാണ് ഞാൻ വെള്ളമായത് തന്നെ. അല്ല, അന്ന് പോയിട്ട് 1 രൂപ നോട്ടായിട്ട് പോയി കിട്ടിയില്ല? ആർക്കും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ചാനലുകാർ വന്നപ്പോൾ റമീസ് എന്തോ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റൂല, സമരം ചെയ്യുന്നൊക്കെ പറഞ്ഞ് അല്ലേ? അപ്പോൾ എനിക്ക് ദേഷ്യം വന്നോ? അതിന് ശേഷം പിന്നെ ചാനലിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അല്ലേ? അപ്പം എങ്ങനെയുണ്ട്? വേറെ എവിടേക്കെങ്കിലൊക്കെ ആൾക്കാർ ക്ഷണിച്ചണോ വരാൻ പറഞ്ഞിട്ട്? അവിടെ കടയ്ക്കോ? അവർ വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഷൂ കിട്ടാത്തതിൽ റമീസിന് സങ്കടം വന്നോ? അത്ര നേരത്തൊക്കെ പോയിട്ട് അല്ലേ? കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ ആരുണ്ടായിഞ്ഞ്? തന്നെ. ഉപ്പ എന്ത് പറഞ്ഞു അപ്പോൾ ഇത് കിട്ടാഞ്ഞപ്പോൾ? കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം സമാധിപ്പിച്ച് തന്നെ. ഇന്നലെ ഇപ്പോൾ ആരോ ഇവിടെ ഷൂ കൊണ്ടുവന്നല്ലോ, അത് റിപ്പോർട്ട് ചാനൽ. എന്ത് പറഞ്ഞവര്? ഓലാണ് നമുക്ക് ഒരു ഷൂ എൻ്റെ വക ഗിഫ്റ്റ് തരാം, എത്ര ഓടിയല്ലേ കണ്ടിട്ട് അങ്ങനെ തന്നാ. പിന്നെ ഒരു ബോൾ തരാൻ പറഞ്ഞു. പിന്നെ വേറെ ഷോപ്പുണ്ട് ഫറൂഖത്തെ ഡൈക്കാന്ന ഷോപ്പ്,
ഓല ഒരു 6 ഷൂ എനിക്ക് തരാനിട്ടുണ്ട്. അത് തന്നു ഇതിന് അടിപൊളി ഷൂ ആണ്. ഓലാണ് അത് എത്ര ഉറുപ്പ്യക്ക് വേണ്ടിയില്ല ഇതെടുത്തോ നമുക്ക് കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട്. ഓല് പ്രത്യേകിച്ച് അതിന് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി ശരി. അപ്പൊ ഇപ്പൊ സംഗതിയിൽ ഇപ്പൊ 1 രൂപ നോട്ടുകൊണ്ട് ഇപ്പൊ വൈറലായി. പക്ഷെ ആ ഷൂ കിട്ടാത്തോണ്ടാ വൈറലായത് അല്ലേ? ശരിയല്ലേ? ആ ഷൂ കിട്ടിയത് വൈറലാവില്ലല്ലോ. നല്ല ദേഷ്യത്തിലാന്ന് പറഞ്ഞ് അല്ലേ? സ്ട്രോങ്ങിലേഞ്ഞി നോമ്പൊക്കെ നോറ്റായിട്ട് ഇങ്ങനെ പോയി നമ്മളവിടെ വരുന്നാട്ട് ഇത് കിട്ടാൻ ഞാൻ പിന്നെ ആർക്കാ ദേഷ്യം ഇല്ലാക്കല്ലേ? അടിച്ചില്ലാന്നല്ലോ ബാക്കിയൊക്കെ കഴിഞ്ഞിന്. ബാക്കിയൊക്കെ ഇങ്ങനെ വിട്ട് ശരിയാവില്ല പറഞ്ഞപ്പോ ഈ പോലീസുകാർ വെറുതെ കുട്ടികളെ അടിക്കുകയും അത് നിയമവിരുദ്ധമാണ്. അതിന്റെ മേലെ കേസുകളൊക്കെ ചെയ്യണം. ഇത് പാവപ്പെട്ട ചെറിയ മക്കളല്ലേ, അതൊക്കെ നല്ല വേദന ഉണ്ടാവില്ലേ? അതാണ് എനിക്ക് ഏറ്റവും വിഷമമായ സംഭവങ്ങളൊക്കെ. കൊറേയൊക്കെ അടി കിട്ടീനോ? അല്ല വേറെ കുട്ടികൾക്ക് അടി കിട്ടി? നല്ല അടിട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, റമീസിന് കുറേ സങ്കടങ്ങൾ പറയാണ്ട്. കാരണം വെച്ചാൽ റമീസ് പുലർച്ചയ്ക്ക് 4 മണിക്കൊക്കെ എണീറ്റ് പിന്നെ ഇവിടുന്ന് ചോറൊക്കെ കഴിച്ച് പിന്നെ അത്തായൊക്കെ കഴിഞ്ഞ് ഉപ്പാനും കൂട്ടി ഇങ്ങനെ ഒരു ഷൂ ഒക്കെ ഉണ്ടെന്ന് പിന്നെ ഓഫറിന് കിട്ടിയെന്ന് കേട്ടപ്പോൾ 1 രൂപേൻ്റെ നോട്ടെടുന്ന് സംഘടിപ്പിച്ച് ഈ നോട്ട് എടുത്ത് ചൊല്ലി ചിലപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലുമാണ്. അപ്പം അങ്ങനെ ഇപ്പാണ്. പിന്നെ ഒറ്റ ദിവസം പോകാനാണ് ഈ വാർത്ത അറിഞ്ഞത്. ഓർപ്പ നോട്ട്. അപ്പോൾ റമീസ് 1 രൂപേൻ്റെ നോട്ടൊക്കെ മുൻകൂട്ടിയായി എടുത്ത് വെച്ച് ഉപ്പാനും കൂട്ടി ആ ഷൂ കൊടുക്കുന്ന കടയിൽ ചെന്നപ്പോഴല്ലേ സംഭവം അറിഞ്ഞത് ഇതിങ്ങനെ ഒരു ഓഫറിലൊക്കെ തീർന്നു പോയെന്ന് പറഞ്ഞില്ലേ? നേരത്തെ തീർന്നു പോയെന്ന്. റമീസിനെ മാത്രമല്ല അവിടെ ഒരുപാട് കുട്ടികൾ നമ്മളെ വീഡിയോയിൽ കണ്ടിന്. കുട്ടികളാണ് അവിടെ തോനെ ചെന്നത്. അവരൊക്കെ പറ്റിച്ചു. എന്തായാലും റമീസ് അവിടെ നിന്ന് നല്ല സ്ട്രോങ്ങിലാണ് പിന്നെ മാധ്യമപ്രവർത്തനോടൊക്കെ പ്രതികരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റമീസിനെന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ റമീസിൻ്റെ 1-2 കൂട്ടുകാരുണ്ട് ഇവിടെ വരികടാ. കൂട്ടുകാരുണ്ട് റമീസിൻ്റെ ഇറ്റ ചങ്ങായിമാരാ. നാഫിയ അല്ലേ? എത്രാം ക്ലാസ് പഠിക്കുന്നത്? 8ക്ക്. മോൻ്റെ പേരെന്താ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 7ക്ക്. നിങ്ങൾ റമീസിൻ്റെ കൂടെ അന്ന് പോയിഞ്ഞോ ഷൂ വാങ്ങാൻ? രണ്ടാളും പോയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞില്ല? ഓ, അപ്പൊ ഓഫറിൽ നിങ്ങൾ അറിഞ്ഞില്ല? പക്ഷെ നമ്മളെ നോട്ടില്ല. അപ്പൊ ഓന് നേരത്തെ ഒരു നോട്ട് കിട്ടാനും പ്രയാസല്ലേ? റമീസിന് ഇപ്പൊ തൊടുന്ന് കിട്ടിയോ? ഉപ്പാൻ്റെ അടുത്ത് എങ്ങനെ വന്നില്ലേ? അറിയില്ല അങ്ങനെ വന്നേ. അപ്പൊ റമീസിന് ഇപ്പം ഷൂ കിട്ടിയാലും റമീസിന് സമ്മാനങ്ങൾ കിട്ടുന്ന നിങ്ങൾക്ക് സന്തോഷമാണോ? നമുക്ക് നല്ല ഭയങ്കര സന്തോഷമായി. ഓന്റെ ഒരു ഹാപ്പി നമുക്ക് കണ്ടാൽ മതി. ഓൻ സന്തോഷിക്കണം നിങ്ങൾക്ക് കണ്ടാൽ മതി അല്ലേ? അല്ലേ മോനെ ഇങ്ങോട്ട് അടുത്തേക്ക് അല്ലേ? രണ്ടാൾക്കും അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ റമീസിന് ബോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതോ കടയൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി റമീസിന്റെ കൂടെ നിങ്ങൾ പോകണം. ആ സന്തോഷത്തിൽ നിങ്ങളും പങ്കെടുക്കണം അല്ലേ? നിങ്ങൾ ചെങ്ങായിയല്ലേ? പിന്നെ എന്തൊക്കെ ഹോബി? ഫുട്ബോളൊക്കെ കളിക്കുവോ നിങ്ങള്? നമ്മളെല്ലാരും പാടി കളിക്കലൊക്കെ. ശരി. പക്ഷെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഓനിപ്പടുത്ത് വരുന്നു പോകും. ഇവന് ഈ പെരപ്പുറത്ത് പൊളിക്കും. എനിക്ക് പിന്നെ വേറൊരു പെര ഓന് കണ്ടെത്തിയില്ല. അതാണ് ഒരു ആകെപ്പാട് ഒരു വിഷമം. ഇവ ഇവിടുന്ന് പോയാ പിന്നെ നമ്മക്ക് ഒരു സ്നേഹിതല്ല, നമ്മളെ ചങ്കാണ് പോണേ. അതെ സുഹൃത്തുക്കൾ, എന്താ സംഭവിച്ചാലേ റമീസ് ഇപ്പൊ നിക്കണത് ഇവിടെ അവര് ഉപ്പ അവിടെ ഇല്ല. ഉപ്പ കൂലിപ്പണിക്കൊക്കെ പോണ ആളാണ്. ഒരു പാവം കുടുംബമാണ്. ഇപ്പോൾ റമീസ് ഇവിടെ വാടക പുരയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കൂട്ടുകാർക്കൊക്കെ സങ്കടം എന്താ വെച്ചാൽ ഇവിടെ അടുത്ത് ഇപ്പോൾ റമീസ് ഇവിടെ നിന്ന് പടി ഇറങ്ങും. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ വീട് എന്താ പൊളിക്കുക, എന്തൊക്കെ ചെയ്യേണ്ടതിന് ഓണർമാർ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ. അപ്പോൾ വേറെ സ്ഥലം അവർക്ക് കിട്ടും. പക്ഷെ എന്നിരുന്നാലും അവരെ കൂട്ടുകാർ ഇവിടുന്ന് പോകുമ്പം അതിലുള്ള സങ്കടം അവർക്കില്ലേ അല്ലേ? സംഗതിയിൽ ഇന്നലെ സന്തോഷമുണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു സങ്കടമുണ്ട് മനസ്സിൽ ഇല്ലേ റമീസേ? ഇവിടുന്ന് എന്താ കൂട്ടുകാർ പറഞ്ഞപ്പോ ഉറ്റ ചങ്ങായിമാരാപ്പത് പോയാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇവന്മാര് അത് എനിക്ക് സന്തോഷമുള്ളൂ. ഈ വീട്ടിൽ തന്നെ പോകുമ്പോ അയൽവാസികളും ഒക്കെ എനിക്ക് മറന്നു പോകും. ഇവിടെ 3 കൊല്ലം ഞാൻ അവിടെ താമസിക്കണേ. എന്നിട്ടും ഓലി നല്ലപോലെ പെരുമാറും. ഇങ്ങനത്തെ ഫ്രണ്ട്സിനാണ് ആദ്യത്തെ കാണണേ. അപ്പോൾ ഇതുകൊണ്ട് ഓലിക്ക് പോകുമ്പോഴും എനിക്ക് പോകുമ്പോഴൊക്കെ നല്ല വിഷമമുണ്ട്. ഈ നാടൊന്ന് പോകുമ്പോഴേക്ക് വിഷമമുണ്ട്. ഇപ്പം മറ്റൊരു വീട്ടിലേക്ക് പോവാണെങ്കിലും അമ്മമാരില്ലാതെ നമ്മള്. അപ്പോൾ റമീസേ,
പിന്നെ ഇത് ഇപ്പോൾ സമ്മാനമൊക്കെ കിട്ടി സ്കൂളിലൊക്കെ അറിഞ്ഞില്ല ഇപ്പോൾ ഇത് ആ എന്താ പറഞ്ഞു മാഷന്മാർ ടീച്ചർമാരൊക്കെ ടീച്ചറിന് വെരി ഗുഡ് ഇങ്ങനെ തന്നെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞു ടീച്ചർ. പ്രതികരിക്കണം എന്ന് പറഞ്ഞില്ലേ ആ അന്നത്തെ ആ ചങ്കൂറ്റാണ് റമീസിനെ ഇപ്പം ഇന്ന് ഈ നിലയിലെത്തിച്ച്. അതെ. അപ്പോൾ എന്തായാലും എന്താ പറയുക നമുക്ക് പറയാനുള്ളത് നമുക്ക് പിന്നെ റമീസിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ. ആമീൻ. പഠിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പഠിച്ചിട്ട് ഭാവിയിൽ ആരാവണം എന്ന് ആഗ്രഹം? എനിക്കൊന്നെങ്കിൽ ഒരു എഞ്ചിനീയറോ ഒക്കെ ആയാൽ മതി. പഠിച്ച് വലിയൊരു ഉയരങ്ങൾ എത്തട്ടെ റമീസ് അല്ലേ? ആ അങ്ങനെ ഉണ്ട് അല്ലേ പാവങ്ങളെ സഹായിക്കാൻ ആ പിന്നെ വീടില്ലാത്തൊരു വീട് വാങ്ങി കൊടുക്കാനും പിന്നെ സ്വന്തം പേരില്ലാത്തവർക്കും കുറേ കിറ്റുകളും മറ്റൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെത്തി എനിക്ക് എത്തിച്ച് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ. ആമീൻ ആമീൻ ആമീൻ. അപ്പോൾ റമീസ് ഇപ്പോൾ ഈ ഇടയിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിലക്ക് എന്ത് നിലക്കാ സഹായിച്ചേ? ഒരാളിങ്ങനെ വന്നപ്പോൾ ഒരു പാത്രത്തിന് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടികളിങ്ങനെ അപ്പോൾ എൻ്റെ കൈ വേണ്ടി സീപ്പ പണിന് ആ സീപ്പ ഞാൻ കൊടുത്തു കളിച്ചു ആ കുട്ടിക്ക്. ആ മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അപ്പോൾ റമീസിൻ്റെ കുറേ വിശേഷങ്ങളും കേട്ടില്ലേ? ഒരു ഷൂവിൻ്റെ കഥ മാത്രമല്ല റമീസിന് പറയാനില്ല, റമീസിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പോൾ കൂട്ടുകാരെ കുറിച്ചും ഈ വീട് വിട്ടു പോണേലും അതിലുപരി റമീസിന് ഒരുപാട് ആളുകളെ പാവങ്ങളെ സഹായിക്കണമെന്നുണ്ട്. കാരണം വെച്ചാൽ വീടില്ലാത്തവരെ പിന്നെ ജോലി ഇല്ലാത്തവരെ പറ്റ പാവങ്ങളൊക്കെ റമീസിന് സഹായിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നെ ഇത്രയും ഒരു ചെറുപ്രായത്തിൽ റമീസ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ വലുപ്പത്തിൽ റമീസ് ആരാവും അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം റമീസിന്. ഒരു ഷൂവിൻ്റെ വിഷയം മാത്രമല്ല റമീസിന് പറയാൻ, അതൊരു യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിച്ചു. റമീസിന് ഷൂ കിട്ടാൻ പോന്നു. പക്ഷെ അന്ന് റമീസ് നല്ലോണം പ്രതികരിച്ചു, വൈറലായി. ഇപ്പോൾ ഇന്ന് റമീസിന് ഇപ്പോൾ ഒരു ഷൂ അല്ല 2 ഷൂ അല്ല 3 ഷൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കിട്ടാൻ ഓരോ കടക്കാർ വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷം. റമീസിൻ്റെ കാര്യം അങ്ങനെയാണ്. ഏതായാലും വളരെ അടിപൊളി ഹാപ്പിയാണ്. റമീസിൻ്റെ കൂട്ടുകാർ ഉറ്റ ചെങ്ങൈമാരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ പറയുന്ന റമീസിൻ്റെ കാര്യങ്ങളാണ്. ഒരു പാവം മോനാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് റമീസിൻ്റെ കാര്യത്തിൽ വേണം. റമീസ് ഭാവിയിൽ വലിയൊരു പിന്നെ എൻജിനീയറും അല്ലെങ്കിൽ വലിയൊരു പിന്നെ കലാകാരനോ എൻജിനീയറോ അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥനൊക്കെ ആയി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും റമീസായ കൂട്ടുകാർക്കൊന്ന് ചാറ്റ് പിടിക്കടാ.